അനിൽ നടിയെ ആക്രമിച്ച കേസിലെ വിചാരണ സമയത്ത് ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യമായിരുന്നു അതിൻ്റെ ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡിൻ്റെ ഹാഷ് വാല്യൂ മാറിയത്. അതിലും ദാരുണമായ കാര്യങ്ങളാണോ വിധിന്യായത്തിലുള്ളത്? അതാണ് ഏറ്റവും കഷ്ടമെന്ന് പറയുന്നത്. ഈ ദൃശ്യങ്ങൾ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ എത്തിച്ച് അത് എഡിറ്റിംഗ് നടത്തിയെന്നുള്ള വളരെ കൃത്യമായ മൊഴിയാണ് ബാലേന്ദ്രകുമാറിൻ്റെതായി ഈ വിധിന്യായത്തിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, എനിക്കിത് വായിച്ചു പോകുമ്പോൾ, നമ്മൾ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ഇത് വായിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഇത് വായിച്ചു പോകുമ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ അതിജീവിതയായ പെൺകുട്ടിയെ ഏറ്റവും അധികം ദ്രോഹിച്ചത്, അല്ലെ അവരോട് ചതി ചെയ്തത് ഈ കോടതിയോ മറ്റാരുമല്ല. കാരണം ഈ കേസ് വിട്ടുപോയതിൻ്റെ കുറ്റഭാരമെല്ലാം കോടതിയുടെ തല ചാരാനാണ് ആക്ടിവിസ്റ്റുകളൊക്കെ എല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവരാരുമല്ല, ഈ പോലീസ് അന്വേഷണ സംഘവും പ്രോസിക്യൂഷൻ തന്നെയാണ്, പ്രത്യേകിച്ച് പറഞ്ഞാൽ അന്വേഷണ ഉദ്യോഗസ്ഥരാണ് ഈ യുവതിയോട് ഇത്ര വലിയ കൊടും ചതി ചെയ്തതെന്ന് ഇത് വായിച്ചു എനിക്ക് നിസ്സംശയം പറയാൻ കഴിയും. കാരണം ഇത്രയും ദാരുണമായൊരു കൃത്യം നടന്നിട്ട് അവിടെ ഒരു കൂട്ടബലാത്സംഗമാണ് നടന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ലാതെ കോടതി ശിക്ഷ വിധിച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ തെളിവുകൾ വേണ്ടത്ര കൊണ്ടെത്തിക്കാൻ കഴിയാതെ, അല്ലെങ്കിൽ അതിന് കൊട്ടേഷൻ നൽകിയെന്ന് ഇവർ തന്നെ ആരോപിച്ച ആളുകൾക്കെതിരെയുള്ള തെളിവുകൾ കൊണ്ടുവരുന്നതിൽ ഇവർ തീർത്തും പരാജയപ്പെട്ടിരിക്കുകയാണെന്നുള്ള കാര്യത്തിൽ ഒട്ടേറെ തെളിവുകളാണ് ഈ വിധിന്യായത്തിൽ, ഈ 1700 പേരുടെ വിധിന്യായത്തിലൂടെ വ്യക്തമാകുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഞാനിപ്പോൾ ഈ ചൂണ്ടിക്കാണിക്കുന്നത്. 820 പാരഗ്രാഫിലാണ് ഈ പറയുന്നത്. അതായത് ബാലേന്ദ്രകുമാറാണ് പറയുന്നത്, പ്രോസിക്യൂഷൻ ഏറ്റവും പ്രധാനമായിട്ട് ആശ്രയിച്ചിരുന്ന സാക്ഷി PW222 ആണ് പറയുന്നത് ഈ ദൃശ്യങ്ങൾ ലാൽ മീഡിയയിൽ എത്തിയിരുന്നു എന്ന് പറയുന്നത്. അവിടെ നിന്നാണ് ഇതിൻ്റെ ശബ്ദം ആംപ്ലിഫൈ ചെയ്തതെന്നാണ് പറയുന്നത്. ഇത് പറയാൻ കാരണം ഞാൻ അതിൻ്റെ ക്രോണോളജി പറയാം. അതായത് ബാലേന്ദ്രകുമാർ 2021 ജനുവരി 25 വെളിപ്പെടുത്തൽ നടത്തിയ ശേഷം അയാളുടെ വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് പുതിയ കേസെടുത്ത് ഉദ്യോഗസ്ഥരെ ആക്രമിക്കാൻ ശ്രമിച്ചു, പോലീസ് ഉദ്യോഗസ്ഥരെ വധിക്കാൻ ദിലീപ് ശ്രമിച്ചു എന്നുള്ള പുതിയ കേസ് രജിസ്റ്റർ ചെയ്ത് ആ കേസും പഴയ കേസിലും തുടരന്വേഷണം ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുകയായിരുന്നു. ഈ ഘട്ടത്തിലാണ് ബാലേന്ദ്രകുമാർ പറയുന്നത് ഇത് 15/11/2017, അതായത് ദിലീപ് അറസ്റ്റിലായി ജാമ്യത്തിലിറങ്ങിയ ശേഷമുള്ള ഏതാണ്ട് 2 മാസത്തിനുള്ളിൽ ദിലീപിനെ വീട്ടിൽ വെച്ച് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ താൻ സാക്ഷിയായിരുന്നു എന്ന് പറയുന്നത്. ദിലീപുമായി ചേർന്ന് പിക് പോക്കറ്റ് എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിന് വേണ്ടി സിനിമ നിർമ്മിക്കാൻ വേണ്ടി 2016 മുതൽ ബാലേന്ദ്രകുമാർ ഡിസ്കഷനിലായിരുന്നു. ദിലീപ് ജാമ്യത്തിലിറങ്ങിയ ശേഷം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പറഞ്ഞു, ദിലീപിനെ ജാമ്യത്തിലിറക്കാൻ വേണ്ടി ബാലേന്ദ്രകുമാർ നടത്തിയ ജഡ്ജിമാരെ ഇടപെടുത്തിയതടക്കമുള്ള കാര്യങ്ങൾ, അയാളുടെ അവകാശവാദങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. അതിൽ എത്ര പൊള്ളത്തരമായിരുന്നു എന്നുള്ളത് കോടതി തന്നെ തുറന്ന് കാണിക്കുന്നുണ്ട്. പക്ഷേ അതേസമയം തന്നെ അയാൾക്ക് ജുഡീഷ്യൽ ഓഫീസർമാരുമായിട്ടുള്ള ബന്ധമുണ്ടായിരുന്നു എന്നുള്ള കാര്യം അതിൽ നിന്ന് വ്യക്തമാവുന്നുണ്ട്. അതിൻ്റെ തുടർച്ചയായിട്ട് അങ്ങനെ നൽകിയ മൊഴിയിലാണ് ബാലേന്ദ്രകുമാർ ആദ്യം പറയുന്നത് ദിലീപ് കുടുംബസമേതം ഈ ദൃശ്യങ്ങൾ വീട്ടിലിട്ട് കണ്ടു എന്ന് പറയുന്നത്. പക്ഷേ അതിന് യാതൊരു തെളിവും അയാൾക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. അതേസമയം തന്നെ കോടതി ചോദിക്കുന്നുണ്ട്, നടിയെ ആക്രമിച്ച സംഭവത്തിന് തൊട്ടു പിന്നാലെ പൾസർ സുനി ഈ ദൃശ്യങ്ങൾ ലക്ഷ്യയിൽ, കാവ്യ മാധവൻ്റെ കടയെ ലക്ഷ്യയിൽ എത്തിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്. അത് 22/2/2017 അതായത് 2017 ഫെബ്രുവരി മാസം തന്നെ ദിലീപിൻ്റെ വീട്ടിൽ ഈ ദൃശ്യങ്ങൾ നിങ്ങൾ പ്രോസിക്യൂഷൻ പറയുന്ന പ്രകാരം തന്നെ എത്തിയിരുന്നുവെങ്കിൽ പിന്നെ എന്തിന് 11-ാം മാസം ഇവരെ ദിലീപ് കാത്തിരുന്നിട്ട് ഈ ബാലേന്ദ്രകുമാറിൻ്റെ സാന്നിധ്യത്തിൽ ഇത് കുടുംബസമേതം കാണാൻ പോയി എന്ന് ചോദിക്കുന്നുണ്ട്. അതായത് അന്ന് ബാലേന്ദ്രകുമാറിൻ്റെ മൊഴിയിൽ പറഞ്ഞ ദിലീപ് വളരെ ആകാംക്ഷയോടെ എല്ലാവരും കാത്തിരുന്നു. ദിലീപും ഈ ദൃശ്യങ്ങൾക്കായി ബാലേന്ദ്രകുമാർ ഉള്ളപ്പോൾ വീട്ടിൽ വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ A15 ഇതിൽ പിന്നീട് പ്രതി ചേർക്കപ്പെട്ട ശരത് എന്ന് പറഞ്ഞ സാക്ഷിയാണ് ഈ ദൃശ്യങ്ങളുമായി വരുന്നു. അവരൊരുമിച്ചിരുന്ന് കാണാൻ പോകുന്നു കുടുംബസമേതം. അപ്പോൾ ബാലേന്ദ്രകുമാരുടെ അടുത്ത് കാണുന്നു എന്ന് ചോദിക്കുന്നു. എന്താണെന്ന് ചോദിക്കുമ്പോൾ പൾസസുനിയുടെ ക്രൂരകൃത്യങ്ങൾ എന്ന് പറയുന്നു. പറഞ്ഞ് ദിലീപ് അതിരുന്ന് കാണുന്നു. ബാലേന്ദ്രകുമാർ ഞാൻ കാണാൻ കൂട്ടാക്കിയില്ല എന്നാണ് ബാലേന്ദ്രകുമാർ പറയുന്നത്. പക്ഷേ അവിടെ നിന്ന് ചില ദൃശ്യങ്ങൾ, ചില ശബ്ദങ്ങൾ ഞാൻ കേട്ടു. ഈ ദൃശ്യങ്ങളിലുള്ളതുപോലെ സോറി എന്ന് പറയുന്ന ഒരു പുരുഷന്റെ ശബ്ദം ഞാൻ ആദ്യം കേട്ടു. അത് യഥാർത്ഥ കേസിൽ പറയുന്നത് പോലെ പൾസസുനി വാഹനത്തിലേക്ക് കയറുമ്പോൾ നടിയോട് സോറി പറഞ്ഞ് ഇത് മറ്റൊരാളുടെ കൊട്ടേഷനാണെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ ആ ഭാഗമാണ് ബാലേന്ദ്രകുമാർ എടുത്ത് പറയാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയെല്ലാം ആ വീട്ടിൽ ഇതിട്ട് കണ്ടു എന്ന് പറയുന്ന ബാലേന്ദ്രകുമാർ അതിനൊപ്പമാണ് പറയുന്നത്, ഹി ഓൾസോ സ്റ്റേറ്റഡ് ദാറ്റ് ദ വോയിസ് ഇൻ ദ വീഡിയോ വാസ് ആംപ്ലിഫൈഡ് അറ്റ് ലാൽ മീഡിയ എന്ന് പറയുന്നത്. നമുക്കറിയാം എറണാകുളത്തുള്ള നടനും നിർമ്മാതാവുമായ ലാലിൻ്റെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനമാണ് ഈ ലാൽ മീഡിയ, എഡിറ്റിംഗ് സ്റ്റുഡിയോ ആണ്. അവിടെ ഇതിൻ്റെ ഓഡിയോ ആംപ്ലിഫൈ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. കാരണം ഓഡിയോ വളരെ ഫീബിളായിരുന്നു, വളരെ ലെവൽ താന്നായിരുന്നു ഓഡിയോ ഇരുന്നത്. അത് ഓഡിയോ എൻഹാൻസ് ചെയ്യാൻ വേണ്ടി, ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി അവിടെ എത്തിച്ചു എന്നാണ് PW222 ബാലേന്ദ്രകുമാർ പറയുന്നത്. അതിൽ അന്വേഷണ ഉദ്യോഗസ്ഥനോട് കോടതി ചോദിക്കുന്നുണ്ട്. പക്ഷേ അതിൽ ഈ ബാലേന്ദ്രകുമാറിൻ്റെ ഈ മൊഴിയുടെ മേൽ അന്വേഷണം നടത്തിയിട്ടില്ല എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ ബൈജു പോലീസ് കോടതിയിൽ പറയുന്നത്. PW261 admitted that no investigation is conducted about this alleged amplifying a voice at ലാൽ മീഡിയ സ്റ്റുഡിയോ എന്നാണ് പറയുന്നത്.
ഇതെന്തൊരു കഷ്ടമാണിത്. ഇത്ര കൃത്യമായൊരു മൊഴി, അതായത് പ്രോസിക്യൂഷൻ ഏറ്റവും അധികം ആശ്രയിക്കുന്ന സാക്ഷിയാണ് ബാലേന്ദ്രകുമാർ. അയാളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഈ രണ്ടാം ഘട്ടത്തിൽ ഈ കേസ് കെട്ടിപ്പൊക്കി ദിലീപിനെതിരെയുള്ള കുറ്റപത്രം കൂടുതൽ സ്ട്രോങ് ആക്കി അവതരിപ്പിച്ച് ഇത്തരം ഗുരുതരമായ ദൃശ്യങ്ങൾ ദിലീപിൻ്റെ കയ്യിൽ എത്തിപ്പെട്ടു എന്ന ഗുരുതരമായ ആരോപണങ്ങൾ എല്ലാം ദിലീപിൻ്റെ മേൽ ഉണ്ടായത് അങ്ങനെയാണ്. അപ്പോൾ അതേ സാക്ഷി പറയുന്ന മൊഴിയിലെ ഒരു ഭാഗമാണിത്. പക്ഷേ അതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് തുടർച്ചയായിട്ട് കോടതി ചോദിക്കുന്നുണ്ട്, അന്വേഷണ ഉദ്യോഗസ്ഥനോട് ചോദിക്കുന്നുണ്ട്, ഈ സ്ഥാപനത്തിന് നടത്തിപ്പുകാരനായ PW5, അതായത് ലാൽ എന്ന് പറഞ്ഞാൽ ആൻഡ് ഹിസ് അസോസിയേറ്റ്സ്, അയാളുടെ കൂടെയുള്ളവരെല്ലാവരും കോഓപ്പറേറ്റഡ് വിത്ത് ദി ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ദിസ് കേസ് എഫക്റ്റീവ്ലി ഫ്രം ദ വെരി ഇൻസെപ്ഷൻ. അവരെല്ലാം വളരെ കാര്യമായി അന്വേഷണവുമായി സഹകരിച്ചിരുന്നു എന്ന് നിങ്ങൾ പ്രോസിക്യൂഷൻ അല്ലേ പറയുന്നത്. എന്നിട്ടും പിന്നെ എന്താണ് അവരോട് ഇതിനെക്കുറിച്ച് ചോദിക്കാത്തത്? വളരെ ന്യായമായൊരു ചോദ്യമല്ലേ അത്. ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ലാലടക്കമുള്ളവർ വളരെ കാര്യമായി അന്വേഷണവുമായി സഹകരിച്ചിരുന്നു എന്നാണ് അന്വേഷണ സംഘത്തിൻ്റെ വിലയിരുത്തൽ അവർ കോടതി അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ പിന്നെ ഇത്ര ഗുരുതരമായ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് വിവരം കിട്ടിയിട്ട് നിങ്ങൾ എന്തുകൊണ്ട് അവരോട് പോയി ചോദിച്ചില്ല എന്നാണ് കോടതി ചോദിക്കുന്നത്. അപ്പോൾ അതിന് മറുപടിയായിട്ട് പറയുന്നുണ്ട്, PW261 admitted that the fact that there is no evidence either documentary or oral to prove the alleged enhancement of voice at Lal Media. അപ്പോൾ അതിന് ആ ഒരു മൊഴിക്ക് തെളിവില്ലെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞു എന്നാണ് കോടതി വിധിയായിട്ട് എഴുതിയിരിക്കുന്നത്. എങ്ങനെ തെളിവുണ്ടാകും? അന്വേഷണ ദിവസം അവിടെ പോയി പരിശോധിക്കണ്ടേ, നോക്കണ്ടേ, ചോദിക്കണ്ടേ? അതുണ്ടായിട്ടില്ല. അപ്പോൾ ഇതിനെ നമ്മൾ കാണേണ്ടത്, ഒരു വശത്ത് നമ്മൾ ഇതിൻ്റെ പേരിൽ നമ്മൾ വലിയ ആശങ്കയിലായി. ഈ വിചാരണ നടക്കുന്ന ഘട്ടങ്ങളിലെല്ലാം ഒരുപാട് വാർത്തകൾ നിരന്തരം വന്നുകൊണ്ടിരുന്നതാണ്. ഇത് അന്യായമായ ചിലരെല്ലാം തുറക്കാൻ ശ്രമിച്ചു, ദൃശ്യങ്ങൾ ഇറങ്ങി മെമ്മറി കാർഡ് ഓപ്പൺ ചെയ്യാൻ ശ്രമിച്ചു, അതിനത് ഹാഷ് വാല്യൂ മാറി, അതിൽ ജുഡീഷ്യൽ ഓഫീസർമാർ വരെയും സംശയമുനയിലായ വിഷയമാണ്. അതിൻ്റെ പേരിൽ 2 എൻക്വയറി നടന്നു. ഹൈക്കോടതി വിജിലൻസിൻ്റെ അന്വേഷണം നടന്നു, കൂടാതെ ഈ വിചാരണ കോടതി തന്നെയായ സെഷൻസ് കോടതിയുടെ അന്വേഷണവും നടന്നു. ഇതെല്ലാം നടക്കുമ്പോഴും ഇവരുടെ കയ്യിൽ ഈ മൊഴിയുണ്ട്. ബാലേന്ദ്രകുമാർ പറഞ്ഞിരിക്കുകയാണ് ഇത് ലാൽ മീഡിയൽസിൻ്റെ വോയിസ് ആംപ്ലിഫൈ ചെയ്തു എന്ന്. ശരിയാണ്, ഈ ദൃശ്യങ്ങളുടെ ഓഡിയോ ലെവൽ വളരെ താഴ്ന്നതായിരുന്നു. അത് കൂട്ടിയെടുക്കാൻ ചെയ്തു എന്ന് പറഞ്ഞ് ന്യായമായി സംശയിക്കേണ്ട കാര്യമാണ്, അന്വേഷണം നടത്തേണ്ട കാര്യമാണ്. അതുണ്ടായിട്ടില്ല. ഇത് ആരുടെ വീഴ്ചയാണ്? അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, ഈ അന്വേഷണ സംഘമാണ് ഈ നടിയോട്, ഈ അതിജീവിതയോട് ഏറ്റവും നീചമായി പെരുമാറിയതെന്ന് ഞാൻ പറഞ്ഞതുകൊണ്ടാണ്. അവരുടെ ഏറ്റവും വലിയ ചതി ചെയ്തത് ഇവരാണ്, അല്ലാതെ മറ്റാരുമല്ല. അതിൻ്റെ പാപഭാരം കോടതിയുടെ മേൽ കെട്ടിവെക്കാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്. പക്ഷേ ഒരടിസ്ഥാനവുമില്ല. ഇവരുടെ വളരെ പച്ചയായ അനാസ്ഥയുടെ തെളിവാണ് കോടതി എഴുതി വെച്ചിരിക്കുന്നത്. നോ ഇൻവെസ്റ്റിഗേഷൻസ് കണ്ടക്റ്റഡ് എന്ന് പറയുന്നത്. നമ്മൾ ഇതിൻ്റെ ഈ ഒരു കേസിൻ്റെ വിധി വന്നതിൻ്റെ തുടക്കം മുതൽ ഈ വിധിന്യായത്തിലെ ഓരോ വശങ്ങളാണ് നമ്മൾ ഇഴകീറി പരിശോധിച്ചത്. വളരെ ഗുരുതരമായി, അതായത് അന്വേഷണ സംഘം തന്നെ മുൻപ് ചൂണ്ടിക്കാണിച്ച് മാധ്യമങ്ങളുടെ വാർത്തയാക്കിയിട്ടുള്ള സംഭവങ്ങളുടെ പരിണിതി എന്താണ്, അതെങ്ങനെ കോടതിയിൽ തെളിയിച്ചു എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത്. അതിൽ തന്നെ പ്രത്യേകിച്ച് നമ്മൾ എടുത്തു പറഞ്ഞിരുന്നു, നമ്മുടെ തന്നെ സഹപ്രവർത്തകർ ഇത് വേണ്ട വിധത്തിൽ പരിശോധിക്കാതെ വാർത്തകൾ ചെയ്യുന്നുണ്ട്, അതിപ്പോഴും തുടരുന്നുണ്ട് എന്നുള്ളത്. അത് വളരെ കഷ്ടമെന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല ശ്രീജിത്ത്. കഴിഞ്ഞ ദിവസം ഞാൻ മറ്റൊരു ചാനലിൽ ഇത് എനിക്ക് ഒരാൾ അയച്ചു വന്നതാണ്. നിങ്ങൾ ഇങ്ങനെല്ലാം പറയുമ്പോൾ ഇവരിങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞ് എനിക്കൊരാൾ അയച്ചു. അതിൽ പറയുന്നതിൽ ഒരു പരാമർശം ഞെട്ടിപ്പോവും. അതിൽ പറയുന്നത് ഗൂഢാലോചന തെളിയിക്കാൻ കഴിയാത്ത കാരണമാണ് പറയുന്നത്. പൾസർ സുനിയും ദിലീപും തമ്മിൽ ഫോണിൽ വിളിച്ചതിൻ്റെ തെളിവുണ്ട്, പക്ഷേ അതിലെന്താണ് സംസാരിച്ചെന്ന് അറിയാൻ പറ്റാത്തതുകൊണ്ടാണ് കേസ് തള്ളിപ്പോയത് എന്നാണ് ഒരു ജേർണലിസ്റ്റ്, ഒരു മുതിർന്ന സാമാന്യം എക്സ്പീരിയൻസ് ഉള്ള ജേർണലിസ്റ്റ് എന്ന് സംസാരിക്കുന്നത് അവരുടെ ചർച്ചയിൽ. അപ്പം ഇത് എവിടെ നിന്ന് ഈ വിവരം അവർക്ക് കിട്ടുന്നു? പോലീസിന് പോലും അങ്ങനെ ഒരു കേസില്ല, പോലീസിന് പ്രോസിക്യൂഷൻ അങ്ങനെ ഒരു കേസില്ല, ഈ വിധിന്യായത്തിൽ ഒരിടത്തും അങ്ങനെയില്ല. ഭാവനയിൽ നിന്ന് വെറുതെ പറഞ്ഞ് മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഇതാണ് നമ്മൾ നമ്മൾ പറയുന്നത്. ഇത് സാമാന്യമായി അന്വേഷിച്ചെടുക്കാനുള്ള എല്ലാ വഴികളും ഈ മാധ്യമപ്രവർത്തകർക്കെല്ലാം തുറന്നു കിടക്കുമ്പോഴും അതിന് തയ്യാറാകാതെ, ഈ ജഡ്ജ്മെൻറ്റ് വായിച്ചു നോക്കാൻ പോലും തയ്യാറാകാതെ, ഇങ്ങനെ വായിൽ തോന്നി വിളിച്ചു പറയുന്നത് പോലെയാണ് ഇവരൊക്കെ പൊതുജനങ്ങളോട് ഈ ഇൻഫർമേഷൻസ് ഇട്ട് കൊടുക്കുന്നത്. ഇത് അതിന് മറ്റൊരു തമാശ, അതേ ചർച്ചയിൽ തന്നെ മറ്റൊരാൾ പരാമർശിക്കുന്നത്, എന്തെങ്കിലും പറഞ്ഞു വരുമ്പോൾ വിധിന്യായം ജഡ്ജ്മെൻറ്റ് വായിച്ചോ എന്ന് ചോദിക്കുന്നത്. എന്തോ മോശപ്പെട്ട കാര്യം ആളുകൾ ചോദിക്കുന്നത് പോലെയാണ്. കമൻറ്റിലൊക്കെ വരുന്ന ചോദ്യങ്ങളെക്കുറിച്ചാണ് പരാമർശിക്കുന്നത്, ജഡ്ജ്മെൻറ്റ് വായിച്ചോ എന്ന് ചോദിക്കുന്നത്. എന്തൊരു വിചിത്രമാണ്. അതുപോലെ മറ്റൊരാൾ പറയുന്നത്, എങ്ങാണ്ടെന്ന് ഒരു കോടതി ഉത്തരവ് വാങ്ങിച്ചുകൊണ്ട് വന്നാൽ എല്ലാവരും അംഗീകരിക്കുമെന്ന് കരുതി വന്ന മട്ടിലൊരു ചോദ്യം. ഒന്ന് ആലോചിക്കണം, ഞാനത് പറയുമ്പോൾ പറയാതിരിക്കാൻ കഴിയില്ല. ബ്രോഡ്കാസ്റ്റിംഗ് കേന്ദ്ര സർക്കാർ വിലക്കിയ ശേഷം ഒരു കോടതി ഉത്തരവ്, സുപ്രീം കോടതി ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ തുറന്ന് പ്രവർത്തിക്കുന്ന ചാനൽ ഇരുന്നുകൊണ്ടാണ് ഇത് പറയുന്നത്. എങ്ങാണ്ടെന്നോ ഒരു കോടതി ഉത്തരവ് വാങ്ങിച്ചുകൊണ്ട് വന്നാലെന്ന് പറയുന്നത്. എന്തുമാത്രം ഉത്തരവാദിത്തരഹിതമായിട്ടാണ് ഇവരൊക്കെ ഈ വിഷയം ഏത് വിഷയത്തെ കൈകാര്യം ചെയ്യുമ്പോഴും എത്രമാത്രം ഉത്തരവാദിത്തം വേണമെന്നുള്ളതിനെക്കുറിച്ച് യാതൊരു ധാരണയുമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ സഹപ്രവർത്തകരൊക്കെ ദയവ് ചെയ്ത് ഇത്തരം മിസ്ഇൻഫർമേഷൻസ്, നാട്ടുകാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന പരിപാടി അവസാനിപ്പിച്ചുകൊണ്ട് കുറഞ്ഞ പക്ഷേ ജഡ്ജ്മെൻറ്റ് വായിക്കാൻ തയ്യാറാവുക. ജഡ്ജ്മെൻറ്റ് അത്ര മോശപ്പെട്ട കാര്യമല്ല, വൃത്തികേടൊന്നുമല്ല. ഇതിൽ വളരെ കൃത്യമായ വസ്തുനിഷ്ഠമായിട്ട് കാര്യങ്ങൾ. പിന്നെ ഈ മറ്റൊരു വാദമുള്ളത്, ഈ ജഡ്ജ്മെൻറ്റ് എന്തിനു വായിക്കണം? അതിജീവിത പറഞ്ഞത് അവരുടെ മൊഴി, അവരുടെ എവിഡൻസുകളൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ള അവർ തന്നെ പറഞ്ഞു, പിന്നെ എന്തിനു വായിക്കണം എന്നൊരു വാദമാണ് ഇപ്പോൾ അന്തരീക്ഷത്തിൽ. ഇത് ചുരുങ്ങിയ പക്ഷം കോടതികളുടെ പ്രവർത്തനത്തെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഇതുപോലൊരു വിചാരണയുടെ നടപടിക്രമങ്ങളെ സംബന്ധിച്ച് സാമാന്യമായ ധാരണ പോലും ഇല്ലാത്തതിൻ്റെ പ്രശ്നം കൊണ്ടാണ് ഇത്തരം ചോദ്യങ്ങൾ വന്ന് കോടതിക്ക് വെറുതെ അവർ പറഞ്ഞ് എഴുതി വെക്കാതെ അല്ല വായിത്തൊന്ന് കോടതിക്ക് എഴുതി വെക്കാൻ കഴിയുമോ? ഇത് ഈ ഒരു കോടതിയിലല്ലല്ലോ തീരുന്നത്. ഇത് ഇവർ തന്നെ പറയാറുള്ള അത് അവസാനത്തെ കോടതിയല്ലല്ലോ. ഹൈക്കോടതിയിൽ പോയി, സുപ്രീം കോടതി, അവിടെ എല്ലാം ഇത് തലനാരിഴ കയറി പരിശോധിക്കാനുള്ള ജഡ്ജ്മെൻറ്റാണ്. അവിടെ ഒരു മൊഴി
എഴുതി രേഖപ്പെടുത്തിയില്ല, ഞങ്ങൾ കൊടുത്ത തെളിവ് രേഖപ്പെടുത്തിയില്ല എന്നൊന്നും അത് വിചാരണ കോടതിയുടെ മേൽ എത്ര വലിയ നെഗറ്റീവ് ഇമ്പാക്റ്റാണ് ഉണ്ടാക്കുക. അങ്ങനൊന്നും ഒരു കോടതിക്ക് പ്രവർത്തിക്കുക, ഒരു ജഡ്ജിക്ക് പ്രവർത്തിക്കാൻ കഴിയില്ല എന്നുള്ളതിനെക്കുറിച്ചൊക്കെ സാമാന്യമായ ധാരണ ജേർണലിസ്റ്റുകൾക്ക് ഉണ്ടാവണ്ടേ? അതുണ്ടാവുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും കഷ്ടം.